മിഥുനേട്ടൻ എന്തോ വലിയ ടെൻഷനിലാണെന്ന് തോന്നല്ലോ. മിഥുനേട്ടൻ ഷോപ്പ് ഓപ്പണിംഗ് ചെയ്യുന്ന സമയത്ത് ഏട്ടന്റെ കൂടെ ഒരു പെണ്ണ് നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അവള് മിഥുനേട്ടന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഫേസ് മാത്രം കാണാൻ പറ്റിയിരുന്നില്ല. മിഥുനേട്ടാ, ഏട്ട കേക്കുന്നുണ്ടോ? ഏട്ടനെന്തോ നല്ല ടെൻഷനിലാണെന്ന് തോന്നല്ലോ. അങ്ങനെയൊന്നുമില്ല മേഘനെ, നിനക്കെന്താ അങ്ങനെ തോന്നി? ഒന്നുമില്ലെന്ന് വാക്കുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും മുഖം കണ്ടാൽ അറിയാലോ ഏട്ടന് നല്ല ടെൻഷൻ ഉണ്ടെന്ന്. എന്നോട് പറയാൻ പറ്റുന്നതാണോ? അത് നിനക്ക് തോന്നിയതാ. നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച് നടക്കുന്നുണ്ടാ. ഏട്ടന്റെ മനസ്സിൽ എന്തോ വിഷമമുണ്ടെന്ന് ഞാനിപ്പോ തെളിയിച്ചു തന്നാലോ? ഒരു മിനിറ്റ് നിക്കേട്ടാ. ഏട്ടനീ പേപ്പേഴ്സിലേക്ക് ഒന്ന് നോക്കിക്കേ. ഇതില് അങ്ങനെ എന്തിരിക്കുന്നു? ഒന്ന് നോക്കിയിട്ടാ ഞാൻ പറയാം. അവിടെയുള്ളതിൽ ഏത് നേരം ഏട്ടന്റെ കണ്ണുകൾക്ക് ഹൈലൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്? റെഡ് കളർ. കണ്ടോ ഏട്ടാ, ഏട്ടന്റെ വാക്കുകളെ കള്ളം പറഞ്ഞുവെങ്കിലും മനസ്സ് സത്യം തുറന്നു പറയുന്നുണ്ട്. അതെങ്ങനെ? നമ്മുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ കണ്ണുകൾ കൊണ്ടുവന്ന. ഏട്ടൻ നോക്കിയ സമയത്ത് റെഡ് കളറാണ് അവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണാൻ കഴിഞ്ഞത്. മനസ്സാകെ കലങ്ങി മറിഞ്ഞു കിടക്കാണെന്ന് അതിനർത്ഥം. മറിച്ച് ഏട്ടൻ അവിടെ തെളിഞ്ഞു കണ്ടത് പച്ച നിറമായിരുന്നെങ്കിൽ മനസ്സ് നിറയെ സന്തോഷാണെന്നാണ് അർത്ഥം. മഞ്ഞ നിറമാണെങ്കിൽ സമാധാനം മോഹിക്കുന്നതിന്റെ അടയാളം. ഇനി അതല്ല വെള്ള നിറമായിരുന്നെങ്കിൽ പ്രശാന്തതയെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഓരോരോ നിറത്തിനും ഓരോരോ അർത്ഥമുണ്ടെന്നാ പറയാറ്. നിന്റെ കാര്യങ്ങൾ നല്ല രസമാണ് മേഘനെ. അതിരിക്കട്ടെ, അതിന്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഏട്ടന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞേ. ഏത് കാര്യത്തിൽ ഏട്ടന്റെ മനസ്സിങ്ങനെ നൊന്ത് നീർന്നതെന്ന് പറയാവോ? അത് പിന്നെ മേഘനെ, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ തലയ്ക്ക് ചൂട് പിടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നിന്നോടും കൂടെ പറഞ്ഞ് വെറുതെ നിന്റെ സമാധാനം കൂടെ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാ. നത്തിങ് സീരിയസ്, കുഴപ്പമില്ല. എന്ന് വിട്ടേക്കേട്ടാ. അതെന്ത് കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് വെറുതെ കാട് കയറി ചിന്തിക്കാനൊന്നും നിൽക്കണ്ട. നമ്മുടെ ചിന്തകൾ കൂടുന്തോറും നമ്മുടെ മനസ്സിന്റെ ഭാരവും അതിനൊത്തു കൂടുന്ന. എന്നാ ഏട്ടൻ പോയി കിടന്നു. മഞ്ചരി എന്നെയും കൂട്ടി ഏതോ ബിസിനസ് തുടങ്ങാൻ പോവാന്നല്ലേ പറഞ്ഞത്? അതോർത്തിട്ടാവണം അവൻ ഏട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ആരായിരിക്കും കോളിംഗ് ബെൽ അടിച്ചേ? അത് ഈ അസമയത്ത്.
നീയായിരുന്നോ? ഹർഷിനി അവിടെ നിന്നേ. ഉം. എന്താ? നീ ഈ സമയത്ത് എവിടെ പോയിട്ട് വരാ? അത് ഈ സമയത്ത് ഇങ്ങനൊരു അവസ്ഥയിൽ കയറി വരുന്നത്. നീ വലിയ ടീച്ചറെ പോലെ ക്വസ്റ്റ്യൻ ചോദിച്ച ഞാൻ സ്റ്റുഡന്റിനെ പോലെ ഉത്തരം പറയാന്ന് കരുതിയോ? ഞാൻ നിന്റെ ഏട്ടത്തിയമ്മയായിട്ടാ ചോദിക്കുന്നത്. ആ സ്ഥാനത്ത് കണ്ട് നീ എന്നോട് ഉത്തരം പറഞ്ഞാ മതിയാവും. ആ അയ്യോ ഏട്ടത്തിയമ്മേ, ക്ഷമിക്കണം കേട്ടോ. ഒരു കാര്യമുണ്ട്, നീ എന്റെ ഏട്ടനെ കല്യാണം കഴിച്ചുകൊണ്ട് ഏട്ടന്റെ ഭാര്യയാണെന്നുള്ള സത്യം എന്ന് കരുതി എന്റെ ഏട്ടത്തിയമ്മ ആവാനൊന്നും പറ്റൂല. ഹർഷിനി ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. നീ ഈ വീട്ടിലുള്ളവരെ ഏത് സ്ഥാനത്ത് വേണമെങ്കിലും കണ്ടോ, ബന്ധം സ്ഥാപിക്കാനും സ്നേഹിക്കാനും ഒക്കെ പെർമിഷനുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എത്ര കാലായാലും നീ എന്റെ ഏട്ടത്തിയമ്മ ആവില്ല. Just മേഘന, that's all. എന്തിനാന്ന് ചോദിച്ച നിന്നോട് എനിക്കുണ്ടല്ലോ ഒരു തരി പോലും ഇഷ്ടമില്ല. മാറിക്ക്. നിക്ക് ഹർഷിനി. അയ്യോ മേഘനെ, പോ ഇവിടുന്ന്. നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിലേ ചെന്ന TV ഓൺ ചെയ്ത് നോക്ക്. മിഡ് നൈറ്റ് മസാല കാണാൻ പറ്റും. എന്തിനാ എന്റെ തല തിന്നാൻ വരുന്നേ? നീ കുടിച്ചിട്ടാണോ വന്നേ? അതെയല്ലോ, ഞാൻ കുടിച്ചെന്നിരിക്കും, വലിച്ചെന്നും ഇരിക്കും. അതൊക്കെ ചോദിക്കാൻ നീ ആരടി? നീ എന്തോ വലിയൊരു CID ഓഫീസറെ പോലെ കള്ളനെ പിടികൂടിയെന്ന ഭാവം എന്നാ തെറ്റിപ്പോയടി മോളെ. ഞാനെന്താ നിന്നെ കണ്ട് പേടിക്കുമെന്ന് കരുതിയോ? നെവർ. നിനക്ക് അത്ര വലിയ എക്സ്പെക്ടേഷൻ എന്റെ കാര്യത്തിൽ വേണ്ട ട്ടോ. അതല്ല ഹർഷിനി, ഇക്കാര്യം വീട്ടിലുള്ളവരറിഞ്ഞാ അവരെത്രമാത്രം വിഷമിക്കും. എന്ത്? ഈ വീട്ടിലെ ആരെങ്കിലും അറിഞ്ഞാലോ? എങ്ങനെ അറിയുന്നാടി? നീ പറഞ്ഞു കൊടുക്കോ? നീ ഇതുപോലെ പാതിരാത്രിക്ക് മൂക്കറ്റം കുടിച്ചിട്ട് വീട്ടിൽ കയറി വന്ന് കോളിംഗ് ബെല്ലടിച്ച എന്നെങ്കിലും ഒരു നാൾ വീട്ടിൽ എല്ലാവർക്കും കാര്യം അറിയുന്ന ഉറപ്പാ. അറിഞ്ഞ ഇപ്പൊ എന്താ? കണ്ടിട്ടും കാണാതെ പോവാനുള്ളൊരു കൊച്ചു കാര്യം എല്ലാരെയും വിളിച്ചു വരുത്തി നീ സീനുണ്ടാക്കാൻ പോവാണോ? അതല്ല ഞാൻ ഉദ്ദേശിച്ച. ഞാൻ ആരോടും പറയാതിരുന്നാലും മറ്റാരും ഇന്നേ വരെ ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും നീ രക്ഷപ്പെട്ടൊന്നാവുന്നില്ല ഹർഷിനി. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഈ കാര്യം അറിയും. അന്ന് എല്ലാവരുടെ മുന്നിലും തല കുമ്പിട്ട് നിൽക്കുന്നതിനേക്കാൾ തെറ്റ് മനസ്സിലാക്കിയത് ഇപ്പൊ തന്നെ തിരുത്തുന്നതല്ലേ നല്ലത്. ഹലോ, ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെയൊക്കെ പെരുമാറണമെന്നും എനിക്ക് തീരുമാനിക്കാൻ അറിയാം. അയിനോ ഇന്നലെ കേറി വന്നൊരു പീറ പെണ്ണ് എന്നെ ഉപദേശിക്കാൻ വരേണ്ട ഒരു കാര്യമില്ല. അണ്ടർസ്റ്റാൻഡ്? മാറിക്ക്. എന്റെ പഞ്ചാരപ്പാലുമിട്ടായി അകത്ത് എന്ത് ചെയ്യാനാവോ? ദേവി പ്രസാദിച്ചൊരു ദർശനം തന്നിരുന്നെങ്കിൽ എവിടെയാണ് അകത്ത് കയറി നോക്കാം. അന്നെല്ലാം വിചാരിച്ച പോലെ നടന്നിരുന്നെങ്കിൽ ഈ ഭാഗ്യദേവത ഇപ്പൊ എന്റെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ചേനെ. പക്ഷെ ലോട്ടറി അടിച്ചതാ മിഥുന. ഇന്നല്ലെങ്കിൽ നാളെ ഈ മുത്തിനെയും മുത്തിനവകാശപ്പെട്ട സ്വത്തും അടിച്ചു മാറ്റി ഞാൻ ഇവിടെ നിന്ന് കടക്കും.
എടോ സിംഗേ, എന്താ ഇവിടെ സെർച്ചിങ്? അല്ല, നിനക്ക് ഇവിടെ എന്താ കാര്യം? कुछ नहीं मैडम, कार कीस तन्नाल मैंने कार क्लीनिंग करेगा। പാർവതി, പാർവതി, ആ കാറിന്റെ കീങ് എടുക്ക. എന്നാ शुक्रिया मैडम। വലിയേട്ടാ, ഏട്ടന്റെ ടീഷർട്ട് പൊളിച്ചുട്ടോ. ജെറ്റ്ലി കോമ്പിനേഷൻ. അതിന് ഈ ടീഷർട്ട് ഒരു 100 വട്ടമെങ്കിലും ഞാൻ ഇട്ട് കാണും. നീ ഇന്ന് വരെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഈ ഡ്രസ്സിൽ എന്താ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി? എന്താന്നറിയില്ല, ഇന്ന് എനിക്കിത് സൂപ്പർ സ്പെഷ്യൽ ആയിട്ടാ കാണുന്നത്. എന്താടി, ഒരു സോപ്പ് മണക്കുന്നുണ്ടല്ലോ, എന്തിനാ പതപ്പിക്കുന്നേ? കാര്യം എന്താന്ന് പറ. ഞാൻ ആരെയും പതപ്പിച്ചില്ല, സോപ്പ് ഇട്ട് വാങ്ങിയിട്ടുമില്ല. വലിയേട്ടനെ ഞാൻ എന്തിനു സോപ്പ് ഇടണം? ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ട് ഏട്ടനത് ഇല്ലാന്ന് പറഞ്ഞിട്ട് വേണ്ടേ? സഞ്ജന, നിനക്ക് എന്താ വേണ്ടെന്ന് പറ. ഷോപ്പിങ്ങിന് പോവാനേട്ടാ, ഒരു 10,000 രൂപ തരൂ. 10,000 മതിയോ? ഗ്രാൻഡഡ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, നരച്ചു പൂത്ത ഡ്രസ്സിനെ പ്രശംസിച്ചുകൊണ്ട് വന്നേക്കുന്നു. ഒന്ന് പോവച്ചമ്മ. മിഥുനേട്ടാ, സഞ്ജനയ്ക്ക് മാത്രമല്ല എനിക്കും വേണം ഷോപ്പിങ്ങിന് ക്യാഷ്. എന്നാ പിന്നെ നീയും എടുത്ത ഒരു 10,000. എനിക്ക് 10,000 പോരാ, 1 ലാക്കെങ്കിലും വേണം. അതെയല്ലോ, ഞാൻ കുടിച്ചെന്നിരിക്കും, വലിച്ചെന്നും ഇരിക്കും. അതൊക്കെ ചോദിക്കാൻ നീ ആരടി? ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെയൊക്കെ പെരുമാറണമെന്നും എനിക്ക് തീരുമാനിക്കാൻ അറിയാം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ സാറേ. 1 ലക്ഷം എന്തിനാ? ലക്ഷം അതിശയിക്കണ്ട, ജസ്റ്റ് 1 lakh rupees. എന്നാലും അത്രയും വലിയ എന്ത് ഷോപ്പിംഗാ? ഇപ്പൊ ഇവിടെ ഒരു പാർട്ടിയോ ഫംഗ്ഷനോ വിശേഷമോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ 1 ലക്ഷം രൂപയുടെ എന്ത് ചെലവാ നിനക്കുള്ളത് ഹർഷിനി? അതൊക്കെ ചോദിക്കാൻ നീ ആരാ? വിട്ടുകള മേഘനെ, അവർക്ക് അതിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. ഈ പ്രായത്തിലൊരു പെൺകുട്ടിക്ക് അത്രയും പണത്തിന്റെ ആവശ്യം എന്തായിട്ടാ ഉള്ളത്? കിട്ടുന്നുള്ള വിശ്വാസത്തിൽ അവള് ചോദിച്ചപ്പോ അത് കൊടുക്കാൻ തീരുമാനിച്ചത് ഏട്ടന്റെ സ്നേഹം കൊണ്ടാ. പക്ഷേ അത്രയും പണത്തിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തല്ലേ ഏട്ടാ? ഹർഷിനി, നീ ഒരു കാര്യം ചെയ്യേ. എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ നിന്റെ ഏട്ടന്മാരില് ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ടു പോയി വാങ്ങിച്ചോ. അപ്പൊ ആർക്കും ബുദ്ധിമുട്ടില്ല. നിന്റെ പ്രോബ്ലം എന്താ? എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. നിന്റെ ബൗണ്ടറി കടന്ന് എന്നെ ഭരിക്കാൻ വന്നാ എന്റെ ബിഹേവിയർ നീ വിചാരിച്ച പോലെ ആവില്ല. ഹർഷിണി, ഹർഷിണി, ഹർഷിണി. അതിര് കടക്കാതിരിക്കേണ്ടതും പെരുമാറ്റം നന്നാക്കാൻ ശ്രമിക്കേണ്ടതും നീയാണ്. ഡാഡ്, മേഘന എന്നോട് സംസാരിച്ചത് എങ്ങനെയെന്ന് കണ്ടില്ലേ? കണ്ടായിരുന്നു, എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു. മേഘന ചോദിച്ചതിൽ എന്താണ് തെറ്റുള്ളത്? അല്ലെങ്കിൽ തന്നെ നിനക്കിപ്പോ അത്രയും കാശിന്റെ ആവശ്യം എന്താണ്?
വാട്ട് ഇസ് ദിസ്? എനിക്ക് ആവശ്യമുള്ളതുകൊണ്ടല്ലേ ചോദിച്ചത്. ഇതിപ്പോ ഏതോ പിച്ചക്കാരിക്ക് ഓട്ടക്കാലനെ വലിച്ചെറിയുന്ന പോലെ ഉണ്ടല്ലോ. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ എന്ത് ചോദിച്ചാലും മറുചോദ്യം ഇല്ലാതെ കിട്ടുമായിരുന്നു. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? ആരുടെയൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം? ഇത്രയും കാലം ഒന്നും ചോദിക്കാതിരുന്നതും ഞങ്ങൾ ചെയ്ത തെറ്റാ ഹർഷിണി. നീ ചോദിച്ചതെല്ലാം തന്നെ നിന്റെ മുമ്പിൽ കൊണ്ടു തന്നപ്പോ അത് നിന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ ചിന്തിച്ചില്ല ഹർഷിണി. മേഘനയോട് ഞാനും യോജിക്കുന്നു. What the hell is this, Mom? ഇത്രയും കാലമായിട്ട് കയർത്തൊരു വാക്കുപോലും പറയാത്തവര് ഇന്നൊരു മേഘന പറയുന്നത് പിടിച്ചുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നോ? വാട്ട് ഇസ് ദിസ്? ഹർഷിന് ചോദിച്ചതിലും കാര്യമുണ്ടല്ലോ ചേച്ചി. ജനിച്ചപ്പോ തൊട്ട് നിലത്ത് വെക്കാതെ കൊണ്ടു നടന്ന ഈ വീട്ടിലെ പൊന്നോമനെ ഇന്നലെ കയറി വന്ന ഏതോ ഒരുത്തി പറഞ്ഞതിന്റെ പേരില് ചോദ്യം ചെയ്യുന്ന എന്തിനാ? അത് നമ്മളുടെ മോളുടെ മനസ്സിൽ എന്ത് വേദന ഉണ്ടാക്കും? നീ ഏതോ ഒരുത്തിയൊന്ന് ഉദ്ദേശിച്ചത് ആരെയാണ് പ്രിയമതേ? ഇവിടെ ഉള്ളവരെല്ലാം ഈ കുടുംബസഭയിലെ അംഗങ്ങളാണ്. ജയദേവേട്ട, ഞാൻ ഉദ്ദേശിച്ച അതല്ല. മേഘന ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടുത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചുറ്റുപാടില്ല. ബട്ട് ഹർഷിന് ജനിച്ചത് ഇവിടുത്തെ ഐശ്വര്യത്തിലേക്കാണ്. മേഘനയുടെ ഗ്രാമീണ അന്തരീക്ഷമല്ല ഹർഷന് വളർന്ന നഗരത്തിന്റെ സംസ്കാരം. അത് രണ്ടും ഒരേ രീതിയിൽ കാണുന്നത് തന്നെ എനിക്കെന്തോ ശരിയാണെന്ന് തോന്നുന്നില്ല ഏട്ടാ. അങ്ങനല്ല പ്രിയമ്പതേ, ചില കാര്യങ്ങൾക്ക് ഗ്രാമവും നഗരവും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. വിവേകത്തോടെ പെരുമാറാനും സംസ്കാരത്തോടെ വളരാനും ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും സാധിക്കണം. പണത്തിന് മീതെ പിറന്നു വീണെന്ന് കരുതി മനുഷ്യൻ കാശിന്റെ വിലയറിയാതെ ജീവിക്കണമെന്ന് അർത്ഥമില്ല. അനാവശ്യ ചിലവുകൾ എപ്പോഴും ചോദ്യം ചെയ്യപ്പെടണം. ഒരു പരിധി കഴിഞ്ഞാൽ അഭിരുചികളിലും മാറ്റം ഉണ്ടാവും. സ്വഭാവത്തിൽ ചെകുത്താൻ കടന്നുകൂടും. പണമെന്ന പിശാച് നമ്മളെ തെറ്റായ വഴികളിലൂടെ നയിച്ചുവെന്നും വരാം. മേഘന പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഞാനൊരു തെറ്റും കാണുന്നില്ല പ്രിയമ്പതേ. ഓർമ്മ വെച്ചപ്പോ തൊട്ട് ചിറക് കൊടുത്ത് പറക്കാൻ അനുവദിച്ചിട്ട് ഇപ്പോ ആ ചിറകുകൾ മുറിക്കാൻ പോവാണെന്നും കൂട്ടിലടയ്ക്കുവാണെന്നും പറഞ്ഞ അതെങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമേ? ഇപ്പൊ അമ്മ പറഞ്ഞ കാര്യങ്ങളോടും ഞാൻ 100% യോജിക്കുന്നു. തന്നിഷ്ടത്തിനും ഒരു പരിധി ഉണ്ടാവണം. ഇത്രകാലം ഞാൻ കുട്ടികളുടെ കാര്യത്തിൽ എത്ര ശ്രദ്ധ കൊടുത്തിരുന്നില്ല. ഇനിയങ്ങോട്ട് മേഘന പറഞ്ഞതൊരു ബോധോദയമായി സ്വീകരിച്ച് കുട്ടികളെ നിയന്ത്രിക്കാൻ തന്നെ എന്റെയും തീരുമാനം. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ കാര്യത്തിൽ അത് വേണം. ഹർഷിണി, നിന്റെ ഈ തന്നിഷ്ടവും അനാസ്ഥയും ഇനി അങ്ങോട്ട് കുറയ്ക്കേണ്ടി വരും. ഡു യു അണ്ടർസ്റ്റാൻഡ്?